എന്തോന്ന് ഇത് ചൊറിഞ്ഞോണ്ടിരിക്കാം. ഈ ഓലമടലിന്റെ ശല്യം ഞാൻ ഒഴിവാക്കി തരാം. എന്താടാ ഓലമടലിൽ എന്തായാലും മറ്റളവോ? സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. എന്താണ് പറയണ്ട. എന്താണ് ഘോഷ? നിങ്ങൾ നമ്മൾ ഒന്നല്ലേ, പിന്നെ എന്തിനാ ഈ ഒളിച്ചു വെക്കണേ? എന്തിനാ ഈ സങ്കടം? എനിക്ക് അതിന്റെ പകുതി എനിക്ക് കിട്ടണം. അല്ലാ, അസല് ബിത്താണ് മോനെ. ഒരെണ്ണുള്ളൂ മോനെ ഒരു ഉമ്മക്കാരൻ. കരളേ എന്റെ കരളിൽ കേറി. അല്ല, ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ കുത്തിയിരിക്ക. ആര് പറഞ്ഞു ജോലി ചെയ്തില്ലാന്ന്? ജോലി ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. വെക്കാതെ ഒരു ബീഡിങ്ങ. അതെ, അവനെവിടെ? ഇവിടെ ആരേടി? രമേശല്ലേ? അവര് ദേഹം ഇളകാതെ ജോലി ചെയ്തപ്പോ ദേഹം മുഴുവൻ വേദന. ഇളകാതെ ചെയ്തിട്ടാ വേദന. എനിക്കും വേദന ഇല്ലാതില്ല. പക്ഷെ സ്വത്തുക്കൾ കിട്ടുന്നതുവരെ ഞാൻ ജോലി ചെയ്യും. കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും കേട്ടാ. നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും സ്വത്തിന്റെ തരി പോലും കിട്ടാൻ പോകുന്നില്ല. ഇത്ര മണ്ടനായി പോയല്ലോ നീ. ആ 3 ചെകുത്തന്മാരും കൂടെ ചേർന്ന് ഈ കോഴിശ്ശേരി തറവാട് കുളം തോണ്ടും. തീർച്ചയാ. നീ ഒന്ന് പോടാ, അതൊക്കെ നിന്റെ തോന്നല. എന്നോട് അവർക്കെല്ലാം എന്ത് സ്നേഹമാണെന്നോ, പ്രത്യേകിച്ച് ഇക്കാക്ക്. ഞാനിപ്പോ പൊയ്ക്കേ കാണും. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ എടുത്തേക്ക് തരും. നീ ആ ഗതാഗതത്തിനെ വിട്ടിട്ട് ആ ധനകാര്യത്തിനെ പിടിക്കാൻ നോക്ക്, വല്ലതും നടക്കും. നീ വെറുതെ അധ്വാനിക്കുന്ന ജനവിഭാഗത്ത് നിരുത്സാഹപ്പെടുത്തരുത്. എനിക്കൂടെ പണിയുണ്ട്, നീ പോവാൻ നോക്ക്. അയ്യാ, അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം. പോടെ പോടെ, ഞാൻ പോവാ. ഇവന്മാര് ഇക്കണക്കിന് അമ്മാവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയൽവക്കത്തെ കൂലിപ്പണി വരെ ചെയ്തേക്കും. ചെയ്യും. ആ നാരായണുള്ള കാര്യസ്ഥനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ അയാൾ ഇവിടെ പോയി കിടക്കുന്നു. എന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. അതാ പോണം. ഗുഡ് മോർണിംഗ് ഇക്ക. വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് വണ്ടി? സ്റ്റൈലായിട്ടുണ്ടല്ലേ? എന്റെ മോനെ രാകേഷ്, നീ വെറുതെ സോപ്പിടല്ലേ. പറയാനുള്ള എന്താ വെച്ചാ നേരെ ചോദിച്ചു പറയും. വളച്ചോടിച്ചണ്ട കേട്ടാ. എന്നാ നേരെ ജോലിനെ പറയാം. സ്വത്തുക്കൾ കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ രമേശനും കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജോലി എടുപ്പിച്ചില്ലേ? എന്നിട്ട് ശരിക്കുള്ള ആഹാരം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ മോനെ അങ്ങനെ? നിങ്ങൾക്കെല്ലാം ഇക്കാണ്ട സ്വത്തൊക്കെ പിന്നെ ആർക്കാണ്? സ്വത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ആദ്യം ആഹാരത്തിന്റെ കാര്യം ആവട്ടെ. അല്ല, അതവിടെ ഇരിക്കട്ടെ. ഈ ആഹാരത്തിന് എന്താ ഒരു കുഴപ്പം? ഇപ്പം ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയാ പതിവായി തരുന്നത്. ഈ കാര്യം ഞങ്ങൾ ലൈലയോട് പറഞ്ഞതുമാണ്. ലൈലയോട് എന്താ പറഞ്ഞേ? അത് പറയട്ടെ, അവിടെ പറയട്ടെ. അല്ല, ഈ കഞ്ഞിയും ചമ്മന്തിന്റെയും കാര്യം പറയാണ്. അത്രേ ഉള്ളൂ രാകേഷ്. അതേ കോശിച്ചായ. ഈ പണി എടുപ്പിച്ചതും ആഹാരത്തിന് വേണ്ടി ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതും ഒക്കെ ഞാനാ. ഇതറിഞ്ഞപ്പോ കുറുപ്പ് അദ്ദേഹത്തിന് എന്ത് സന്തോഷായിരുന്നോ. നേരാണോ കോശിച്ചായ? പിന്നെ സ്വത്തുക്കള് മുഴുവനും രാകേഷിനും രമേശനും എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് കുറുപ്പത്തി ഞമ്മളെ കുറിച്ച് പറഞ്ഞു. സത്യം? കള്ളത്തരോ? ഇങ്ങോട്ട് നമുക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? മോനെ, ഞമ്മൾ ഇങ്ങളൊരു ബൈക്ക് ആക്കി തരാം. ആ കാര്യം ഞങ്ങളെ ഏറ്റു. താണ്ട് വന്നേ. എന്തിനാ തല്ലേ? കൊല്ലും ഞാൻ ആ പന്നീനെ. ദേവോ മൃദേവോ മൃഡകാ സ്വാഹാ. ഗുരുവായൂരപ്പ സ്വാമി സ്വാമി സ്വാമി. ഓം സ്വാമി സ്വർണം സ്വർണേശ്വരായ നമഃ. സ്വാമി പ്രതികടയും സ്വാമി. ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. സ്വാമി ഭഗവാനെ പ്രതികടയും സ്തുരീം പ്രീം സ്തുതരീം സുവർണക്ഷേത്രീം പ്രതികടയും സംസ്നാഹിം. സ്വാമി ഭഗവാനെ ശ്രാവണേ. സ്വാമി ഹലോ, മാളഭട്ട് ഹിയർ. ആർക്കാണ് സംസാരിക്കാൻ കൊടുക്കാനത്? സോറി മാണിക്കം സാർക്കാണാ?
എവിടെയാണ് നിങ്ങൾക്ക്? ഓ, ആ കാര്യം നമ്മൾ ഏറ്റു. സറി. ആദ്യം നിങ്ങൾ വെക്കേ, എന്നിട്ട് നമ്മൾ വെക്കാം. ആദ്യം നിങ്ങൾക്ക് വെക്കാൻ കൊടുക്കേ, എന്നിട്ട് നമ്മൾക്ക് വെക്കാൻ കൊടുക്കാമെന്ന്. സരി. ഓക്കെ. അപ്പാ എന്താണ്? മോള് കോളേജിൽ പോയിട്ട് വരട്ടെ. മോള് കോളേജിൽ പോയിട്ട് വേഗം വരണം. കോളേജ് വിട്ടാത്തോടായോ? ഈ അപ്പയ്ക്ക് എപ്പോ നോക്കിയാലും തമാശയാ. തമാശയല്ലടോ, കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ടിവിയിൽ കാണാൻ കൊടുക്കാറില്ലേ, ചില കള്ളന്മാർ വന്ന് മതിൽ പൊക്കി നോക്കി പെമ്പിള്ളേരെ പിടിച്ചോണ്ട് പോണത്. അങ്ങനെ പോകുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോണം. പോയിട്ട് പറഞ്ഞം, വരാതിരിക്കരുത്. ഓക്കെ അപ്പാ, കോളേജിൽ പോകാൻ സമയം പോയിട്ട് വരട്ടെ. എന്ത് പണ്ടാറമാണ് കളിക്കാനത്? എന്താ മോളെ? ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറൊക്കെ ഒന്ന് കാണാന്ന് വെച്ച് വന്നതാ. ഇതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണോ? അതൊക്കെ വല്യമ്മ വെറുതെ പറയുക. ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ഇത്. മോൾ ഏത് സോപ്പാ ഉപയോഗിക്കുന്നത്? അതെന്താ വല്യമ്മ അങ്ങനെ ചോദിച്ചത്? ഒന്നും ഉണ്ടായിട്ടല്ല, മോൾക്ക് ഏത് സോപ്പ് വേണമെങ്കിലും മോൾ എടുത്തു. അതിനെന്റെ കയ്യിൽ ഇപ്പൊ രൂപയൊന്നും ഇല്ലല്ലോ. അതിന് നിന്നോട് രൂപ ചോദിച്ചില്ലല്ലോ. അതല്ല, രൂപയില്ലാതെ. പെണ്ണെ, നിനക്ക് വിളച്ചിൽ കുറെ കൂടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാ എടുത്തിട്ട് പോണം. ഓ, താങ്ക് യു വല്യമ്മ, താങ്ക് യു വെരി മച്ച്. ഇത് വാങ്ങിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ യുവമാർക്ക് ഒരു മാസം സുഖമായിട്ട് വെള്ളം അടിക്കായിരുന്നു. കണിശമായിട്ട് യുവമാർ ഇത് അമ്മാവനെ പറ്റിച്ചുണ്ടാക്കിയതാ. അല്ലാതെ അവന്മാരുടെ അടുത്ത് എവിടുന്നാ ഇതിനൊക്കെ ഉള്ള പണം? പ്രിയപ്പെട്ട രാകേഷിനും രമേശിനും എന്റെ 60ാം പിറന്നാളിന് നിങ്ങളെല്ലാവരും കാലേ കൂട്ടി എത്തിച്ചായിരുന്നു എന്ന് നിങ്ങളുടെ ജാനകി വല്യമ്മച്ചി. നമ്മുടെ ജാനകി വല്യമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷം ക്ഷണക്കത്താ. എല്ലാവരും ചെല്ലണമെന്ന്. നമുക്കും പോണ്ടേ? പിന്നെ നവാ, അമ്മാവനോട് ഇന്ന് വിവരം പറയാം. എന്താ കുട്ടികളെ? വല്യമ്മാവനെ എടുത്തുണ്ട്. ഏതാ? ഇത് ജാനകിയമ്മയുടെ കഥ. എന്താ വിശേഷിച്ച്? വല്യമ്മയുടെ 60ാം പിറന്നാളിന് നമ്മളെല്ലാവരും ചെല്ലണമെന്ന്. എനിക്കിനി യാത്ര ചെയ്യാനും മറ്റും വയ്യ. നിങ്ങൾക്ക് പോണമെന്നില്ലേ? പോണമെന്നുണ്ടമ്മാ, പക്ഷേ പണം വേണമായിരിക്കും. എത്ര പണം വേണമെങ്കിലും കോഴിക്കോട് വാങ്ങിച്ചോളൂ. ഓ കോശായ, എന്താ? ജാനകി വല്യമ്മയുടെ വീട്ടിൽ പോകാൻ കുറച്ച് കാശ് കിട്ടിയാൽ കൊള്ളാം. എത്രയാ വേണ്ടത്? ഒരു 1000 രൂപ വേണം. വല്യമ്മയുടെ വീട്ടിൽ പോയാലല്ലേ രൂപ ചെലവാവുള്ളൂ. അപ്പോ ഞാൻ പോകണ്ടെന്നാണ് കോശായം പറയുന്നത്? ആരാ ഇവിടുത്തെ ധനകാര്യം നോക്കണേ? എന്താ രാകേഷേ മുഖത്തൊരു ബല്ലായ്മ? വല്യമ്മയുടെ വീട്ടിൽ പോയി 1000 രൂപ വേണം. അത്രേ ഉള്ളൂ? 2000 ഉറുപ്പ്യ മേടിച്ചോ? ഒരു 10% കമ്മീഷൻ പോയിട്ട് ബാക്കി 1800 രൂപ വാങ്ങിച്ചോളൂ. എന്താ, സമ്മതല്ലേ? ഓ അല്ല, കുഴപ്പമില്ല. കിട്ടുന്ന അങ്ങോട്ട് മേടിച്ചോളി, ഒക്കെ ഞമ്മള് പറഞ്ഞുതരാം. ഇപ്പൊ ഈ 200 ഉറുപ്പ്യ കമ്മീഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, സ്വന്തം ബാപ്പനെ പോലെ സ്നേഹിക്കുന്ന ഇയാൾക്കും വേണ്ടിട്ടല്ല. പിന്നെ ഇവിടെ വേറെ എടുത്തിട്ടുണ്ടല്ലേ നാരായണൻ, ആ നാറയ്ക്ക് വേണ്ടിട്ടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? വേണ്ട, കുട്ടി എപ്പോഴാ പോണ വെച്ചോട് വന്നോളൂ, ഞാൻ കാശ് തരാം. ശരി, ഞാൻ പോകുന്നു. ഞമ്മളോട് പോകാൻ അവോ. പിന്നെ ആ 200 100 ഇങ്ങോട്ട് എടുക്ക്. ചത്താ മതി ഇവിടെ. പൈസ ചോദിച്ചപ്പോ കൊഞ്ചിനാ. പൈസ ഉണ്ടാ? ആ പന്നി പോയാ? പോയി. ആ പൈസ തരാടാ.